أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونستغفر به ونتوكل عليه من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. خذ من أموالهم صدقة تطهرهم وتزكيهم بها وصل عليهم إن صلاتك سكن لهم والله سميع عليم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ ഞാൻ നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായമായ സൂറത്തു തൗബയിലെ 103-ാമത്തെ വചനമാണ് ഞാൻ ആമുഖമായി നിങ്ങളുടെ മുമ്പാകെ ഓതി കേൾപ്പിച്ചത്. ഖുദ്, നീ സ്വീകരിക്കണം, മിൻ അംവാലിഹിം, അവരുടെ ധനത്തിൽ നിന്ന്, സ്വദഖതൻ, സ്വദഖയായി. അവിടെ സ്വദഖ എന്ന് പറഞ്ഞാൽ സക്കാത്താണ്, സക്കാത്തായിക്കൊണ്ട്. തുതഹിറുഹും, അങ്ങനെ അവരെ നീ എന്ത് ചെയ്യണം? വൃത്തിയാക്കണം, ശുദ്ധീകരിക്കണം. വതുസക്കീഹിം, അവരെ പരിശുദ്ധപ്പെടുത്തുകയും ചെയ്യണം, വിമലീകരിക്കണം. ബിഹ, അതുകൊണ്ട്, ആ സക്കാത്ത് കൊണ്ട്, അത് നൽകൽ കൊണ്ട്. വസ്വല്ലി അലൈഹിം, അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഇന്ന സ്വലാത്തക സകനുൽ ലഹും, നിന്റെ പ്രാർത്ഥന അവർക്ക് സമാധാനം നൽകും. വല്ലാഹു സമീഉൻ അലീം, അല്ലാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാകുന്നു. ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ധനത്തിന്റെ ശുദ്ധീകരണത്തെ സംബന്ധിച്ച് പഠിപ്പിക്കുകയാണ്. സദഖ എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചത്. അത് സക്കാത്തിന്റെ പര്യായ പദമായി ഖുർആൻ പല ഭാഗത്തും ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. സദഖ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഐച്ഛിക ദാനധർമ്മങ്ങൾക്കാണ്. ഖുർആനിൽ സദഖ എന്ന പദം സക്കാത്തിന്റെ പര്യായ പദമായി ഉപയോഗിച്ചിട്ടുണ്ട്. അതിലൊരു ഭാഗമാണ് ഈ പറഞ്ഞ ആയത്. സക്കാത്ത്
നമുക്കറിയാം ഇസ്ലാം ദീനില് അത് മൂന്നാമത്തെ കാര്യമാണ്. എല്ലാവർക്കും അറിയാലോ, മൂന്നാമത്തെ കാര്യമാണ്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ ഷഹാദത്തി അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു വഇഖാമിസ് സ്വലാത്തി വഈതാഇസ് സകാത്തി വഹജ്ജിൽ ബൈത്തി വസൗമി റമളാൻ. ഇതാണ് 5 കാര്യങ്ങൾ. ഇതിൽ റമളാൻ അഞ്ചാമത്തതാ പറഞ്ഞത്, 4 ഹജ്ജാണ്. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ഹദീസിൽ അങ്ങനെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തെറ്റിദ്ധരിക്കണ്ട, അത് 4ആയിട്ടും 5ആയിട്ടും അങ്ങനെ പറയാവുന്നതാണ്. അപ്പൊ മൂന്നാമത്തെ എണ്ണമായി ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടിരിക്കുന്ന 5 കാര്യങ്ങളിൽ മൂന്നാമത്തതായി സകാത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണി പറഞ്ഞിരിക്കുകയാണ്. അഖീമുസ് സ്വലാത്ത വആത്തുസ് സകാത്ത്, നിങ്ങൾ നമസ്കാരം നിലനിർത്തണം, സകാത്ത് നൽകുകയും ചെയ്യണം. വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ 28 സ്ഥലങ്ങളിൽ അല്ലാഹു സകാത്ത് നമസ്കാരവും ഒപ്പം ചേർത്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. സകാത്തിനെ പറ്റി ഒരുപാട് ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. 28 സ്ഥലങ്ങളിൽ നമസ്കാരത്തോടൊപ്പം ചേർത്ത് വെച്ചാ പറഞ്ഞത്. എന്നിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുകയാണ്, ഈ തരത്തിലുള്ള ആയത്തുകൾ ഖുർആനിലുണ്ട്. അഖീമുസ് സ്വലാത്ത വആത്തുസ് സകാത്ത അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ. അതുപോലെ തന്നെ വഖദാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. ഈ 3 ആയത്തുകൾ, ഇതുപോലെയുള്ള ആയത്തുകൾ ഉണ്ടല്ലോ, അത് ഒരേ ഗൗരവത്തിൽ എടുക്കേണ്ടതുണ്ട്. ഒരാള് മൻസ്വല്ല, ആരെങ്കിലും നമസ്കരിച്ചു, എന്നാൽ വലം യുസക്കി, അവൻ സകാത്ത് നൽകിയതുമില്ല, ലം യുഖ്ബൽ മിൻഹു സ്വലാ, അവന്റെ നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല സകാത്ത് നൽകാത്തത് കൊണ്ട് സ്വീകരിക്കുന്നതല്ല. സകാത്ത് നൽകാത്തത് കൊണ്ട് നമസ്കാരം അല്ലാഹു കബൂൽ ചെയ്യുകയില്ല. ഒരേ ഗൗരവത്തിൽ എടുക്കണം. നമസ്കാരത്തെ പോലെ അതേ ഗൗരവത്തിൽ സകാത്തിനെ ഉൾക്കൊള്ളുമ്പോഴാണ് നമ്മുടെ നമസ്കാരം അല്ലാഹുവിലേക്ക് ഉയർന്നു പോകുകയുള്ളൂ. അങ്ങനെയാണ് നമ്മൾ, അതേ രൂപത്തിലാണ് നമ്മൾ സക്കാത്തിനെ കാണുന്നത്. ഇനി സക്കാത്തിനെ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് തെറ്റായ ധാരണകൾ നമ്മൾ പിടികൂടിയിട്ടുണ്ട്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഷയുടെ അർത്ഥം തന്നെ പരിശുദ്ധി, വർദ്ധനവ്, അഭിവൃദ്ധി എന്നൊക്കെയാണ് സക്കാത്ത് എന്ന വാക്കിന്റെ അർത്ഥം. സക്കാത്ത് മുഖേന നമുക്ക് പരിശുദ്ധി നൽകുകയാണ് അല്ലാഹു. ധനത്തിന്റെ പരിശുദ്ധി, അതുപോലെ തന്നെ ശരീരത്തിന്റെ പരിശുദ്ധി, അതുപോലെ തന്നെ ആത്മാവിന്റെ പരിശുദ്ധി, അതുപോലെ തന്നെ ധനത്തിന്റെ അഭിവൃദ്ധിയും അല്ലാഹു സുബ്ഹാനഹു വ തആല സകാത്ത് മുഖേനയാണെന്ന് പഠിപ്പിക്കുകയാണ്. ഖുദ് മിൻ അംവാലിഹിം, നീ സ്വീകരിക്കണമെന്നാണ് റസൂലുള്ളാഹിനോട് പറയുന്നത്. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, സ്വീകരിക്കാൻ ഒരു നേതാവ് ഉണ്ടാവണം, അതിനു വേണ്ടിയുള്ള ഒരു ഭരണകൂടം ഉണ്ടാവണമെന്ന കാര്യമാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഭരണകൂടം ഉണ്ടാവണം. ഭരണകൂടത്തിന്റെ നേതാവാരാ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പൊ നബിയോട് പറയാണ്, നീ സ്വീകരിക്കണം, എന്നിട്ട് അവരെ വൃത്തിയാക്കണം, ശുദ്ധീകരിക്കണം. രണ്ട് നിലക്കുള്ള ശുദ്ധീകരണമാണ്. ഒന്ന് ശാരീരിക ശുദ്ധീകരണം, പിന്നെ ആത്മീയ ശുദ്ധീകരണം, പിന്നെ സമ്പത്തിന്റെ ശുദ്ധീകരണം, എല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. അത് വാങ്ങുമ്പോ സക്കാത്ത് സ്വീകരിക്കാൻ പോകുന്ന സമയത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ജസാക്കല്ലാഹു ഖൈറ, അല്ലാഹു താങ്കൾക്ക് ഖൈർ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കണം. എന്നിട്ട് റസൂലുള്ളാഹിന്റെ പ്രാർത്ഥന, അല്ലാഹുവിന്റെ റസൂലാണ്, അത് പ്രത്യേക സമാധാനം അവർക്ക് കിട്ടും, പ്രത്യേക സമാധാനം അവർക്ക് ലഭിക്കും എന്നും അല്ലാഹു ഉണർത്തി. അപ്പൊ ആ കാര്യം സക്കാത്ത് സ്വീകരിക്കുവാൻ പ്രത്യേക വിങ്ങുണ്ടാവണം എന്നതാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അപ്പൊ ഇസ്ലാമിക രാഷ്ട്രം വേണ്ടേ? നമ്മൾ ചിന്തിക്കാതാണല്ലോ, ഇസ്ലാമിക രാഷ്ട്രം വേണ്ടേ എന്നാ ചിന്തിക്കുക. ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടായിട്ടാണോ നമ്മുടെ അഹ്വാലുൽ ശഖ്സിയ്യ. അഹ്വാലുൽ ശഖ്സിയ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിവാഹം, അനന്തരാവകാശങ്ങൾ, അങ്ങനെയുള്ള വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് അഹ്വാലുൽ ശഖ്സിയ്യ എന്ന് പറയുക. അത്തരം കാര്യങ്ങൾ, ഈ പേഴ്സണൽ ലോ, അത്തരം കാര്യങ്ങൾ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നത്? മഹല്ല് സംവിധാനത്തിലൂടെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ആ സംവിധാനം മഹലിലൂടെ നമുക്ക് നിർവഹിക്കാൻ പറ്റുമെങ്കിൽ
സക്കാത്ത് എന്തുകൊണ്ട് മഹല്ലിലൂടെ നമുക്ക് നിർവഹിക്കാൻ സാധിക്കുന്നില്ല? സക്കാത്ത് അത് ഓരോരുത്തർ കൊടുത്താൽ മതി, വ്യക്തികൾ കൈമാറിയാൽ മതി, അതിന് കമ്മിറ്റിക്ക് യാതൊരു റോളും ഇല്ല എന്നാണ് ചില ആളുകൾ വാദിക്കുന്നത്. കമ്മിറ്റിക്ക് റോൾ ഉണ്ട് എന്നാണ് ഖുർആന്റെ അധ്യാപനം. നീ സ്വീകരിക്കണമെന്നാണ്. അപ്പൊ റസൂൽ സ്വീകരിച്ച് റസൂലുള്ളാഹ്ക്കല്ലല്ലോ, റസൂലുള്ളാഹ്ക്ക് സക്കാത്ത് സ്വീകരിക്കാൻ പാടില്ല, റസൂലുള്ളാഹിന്റെ കുടുംബത്തിനും പാടില്ല. ഇസ്ലാം അത് സുന്ദരമായ, ഏറ്റവും സുന്ദരമായ, ഏറ്റവും ഉത്കൃഷ്ടമായ മതമാണെന്ന് തെളിവാണത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സക്കാത്ത് സ്വീകരിക്കാൻ പാടില്ല, അവിടുത്തെ കുടുംബത്തിനും പാടില്ല, ഹറാമാ. അപ്പൊ സ്വീകരിക്കുന്ന ആർക്ക് വേണ്ടിയാ? അത് പാവപ്പെട്ട മുസ്ലിം ഉമ്മത്തിന് വേണ്ടി, അത് അവരുടെ അവകാശമാണ്. അവർക്ക് ധനത്തിലുണ്ട് ഹക്ക്, അവകാശം. എന്റെയും നിങ്ങളുടെയും ധനത്തിൽ ഒരു അവകാശം ആർക്കുണ്ട്? ബുദ്ധിമുട്ടുന്ന, പ്രയാസപ്പെടുന്ന, ചോദിച്ചു വരുന്ന അല്ലെങ്കിൽ ചോദിക്കാതിരിക്കുന്ന അത്തരം ആളുകൾക്ക്, ആ പ്രയാസപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് നമ്മുടെ ധനത്തിൽ ഒരു അവകാശമുണ്ട് എന്നാണ് അത് പറയുന്നത്, ഹക്ക്. ആ ഹക്ക് തീർക്കാതെ നമ്മുടെ സമ്പത്ത് വിശുദ്ധാവൂല, നമ്മുടെ ശരീരം വിശുദ്ധാവൂല. അത് തീർക്കണം. ഇനി അത് എത്രയാ ആളുകൾ ചിന്തിക്കുന്നത്? ധനാഢ്യർക്ക് മാത്രമുള്ളതാണെന്നാണ്. ഈ ആയത്തുകളൊക്കെ അവതീർണമാകുന്ന കാലത്തുള്ള ഓഡിയൻസ് ഏതാ? പ്രഥമ അഭിസംബോധകരായ ആ പ്രൈമറി ഓഡിയൻസ് ആരാ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പട്ടിണി പാവങ്ങളായ സഹാബാക്രാമ മുമ്പിലാണ് ആയത്തുകൾ ഇറങ്ങുന്നത്. അവരോടാണ് പറയുന്നത് സക്കാത്ത് കൊടുക്കണമെന്ന്. അവർ സക്കാത്തിന്റെ വിഷയത്തിൽ മാത്സല്യപൂർവ്വം മുന്നേറി, ഒരു മടിയും കൂടാതെ. ബർക്കത്ത് അല്ലാഹുവിൽ ഒഴുകും. ഈ ധനം കൈമാറുമ്പോൾ അള്ളാഹു അനുഗ്രഹിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി അവര് ചരിത്രത്തിൽ തങ്കലിപിയാൽ ആലേഖനം ചെയ്യപ്പെടുന്ന ചരിത്ര രേഖകൾ കുറിക്കാൻ അവർക്ക് സാധിച്ചു. മന്ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർദൻ ഹസനാ ഫയുദാഇഫഹു അദ്ആഫൻ കസീറാ ഫയുദാഇഫഹു ലഹു അദ്ആഫൻ കസീറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, ആരുണ്ട് ഏറ്റവും നല്ല കടം അല്ലാഹുവിന് കൊടുക്കാൻ? നമ്മൾ കൊടുക്കുന്ന ദാനധർമ്മങ്ങൾ അല്ലാഹുവിനുള്ള കടമാണ്. അല്ലാഹുവിനുള്ള കട ആരുണ്ട് കടം? എങ്കിൽ അല്ലാഹ് ഇരട്ടിയായി നിങ്ങൾക്ക് നൽകും, പകരം നൽകും. പടച്ചവൻ അത് വർദ്ധിപ്പിച്ച് നൽകും, തിരിച്ചു നൽകും. ഡെപ്പോസിറ്റ് ആണ്, ഇപ്പൊ കടം കൊടുക്കുകയാണ്, ആ കടം പടച്ചവൻ തിരിച്ചു നൽകും എന്ന വചനമിറങ്ങി. ഈ വചനം ഇറങ്ങുന്ന സന്ദർഭം ഏതെന്നറിയോ? പശ്ചാത്തലം ഏതെന്നറിയോ? ഒരു പാവപ്പെട്ട മിസ്കീനായൊരു മനുഷ്യൻ തന്റെ അതിർത്തിയിൽ അയൽക്കാരന്റെ ഒരു മരമുണ്ട്. ആ മരം നീങ്ങിയാലേ തന്റെ വീടിന്റെ വികസനത്തിന് സാധിക്കുള്ളൂ. അത് വിലക്ക് ചോദിച്ചു, അയൽക്കാരൻ കൊടുത്തില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞത് വലിയ വിലയാണ്, വാങ്ങാൻ പറ്റാത്ത വില, വാങ്ങരുത് എന്ന നിരക്കന്നെ അങ്ങനത്തെ വില പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ വന്ന് ഈ പാവപ്പെട്ട മിസ്കീന് പറഞ്ഞു, ഇങ്ങനെയുണ്ട്, എനിക്കൊരു ആ ഒരു ചെറിയ ഭാഗം, ഒരു അരസെന്റ് ഉണ്ടാവില്ല, അത്രേ ഉള്ളൂ, അത് കിട്ടിയാലേ എന്റെ കാര്യങ്ങൾ, എന്റെ വീടിന്റെ വികസനത്തിന് സാധിക്കുള്ളൂ. ഒരു അല്ലെ ഒന്ന് കിടക്കാൻ ഒരു മുറി, അത്രേ ഉള്ളൂ, എന്റെ അപ്പുറമൊന്നുമില്ല അതിനുള്ള. അപ്പൊ റസൂലുള്ളാഹി അദ്ദേഹത്തെ വിളിപ്പിച്ചു. പുണ്യകരമാണത്, മഹത്തായ പുണ്യകര, താങ്കൾക്ക് ദാനമായി നൽകാം. അല്ല, ഒരു മാന്യമായ വിലക്കും നൽകാം. ഏതാ സ്വീകരിക്കാം? അദ്ദേഹിക്കായില്ല. അദ്ദേഹത്തിന് ഈമാൻ ഇറങ്ങാത്തൊരു വ്യക്തിയായിരുന്നു, ഒരു സന്നദ്ധനായില്ല. അപ്പോഴാണ് അപ്പോൾ വഹി വന്നു റസൂലുള്ളാഹിക്ക് ഓഫർ കൊടുക്കുകയാണ്. എന്ത് ഓഫർ? നൽകിയാൽ സ്വർഗമുണ്ട്. റസൂലുള്ളാഹിക്കും ഓഫർ കൊടുക്കാറില്ല. ചില ഉറപ്പ് നൽകിയാലേ ഉറപ്പ് കൊടുക്കുള്ളൂ. നാവ് കൊണ്ട് മുഖ്യഭാഗങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ ഉറപ്പ് നൽകാന്ന് പറയും. അല്ലാതെ എല്ലാവർക്കും സ്വർഗം ഉറപ്പ് കൊടുത്തിട്ടില്ല. പ്രവർത്തിച്ചോളി, കഷ്ടപ്പെട്ടോളി, ബുദ്ധിമുട്ടിക്കൊള്ളി, എങ്കിൽ നിങ്ങൾക്കുണ്ട് സ്വർഗം, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ. അങ്ങനെയാ പ്രതീക്ഷിക്കുക, ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. ഉറപ്പ് കൊടുക്കണമെങ്കിൽ വഹി വരണം. വഹി വന്നു, ഉറപ്പുണ്ട്, നിങ്ങൾ നൽകിയാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട്. എന്നിട്ടോ മനുഷ്യനത് കയറിയില്ല. അതല്ലേ ചിലർക്ക് ഹിദായത്ത്, സന്മാർഗന്റെ ഹൃദയത്തിലേക്ക് ആ വെള്ളി വെളിച്ചം വീശും, അതിന്റെ വെള്ളി വെളിച്ചം ഹൃദയത്തിലേക്ക് വീശൂല. അന്ധത,
അജ്ഞത, അന്ധകാരം അവിടെ നിറഞ്ഞു നിൽക്കുക. അദ്ദേഹത്തിന് അത് വെളിച്ചമായില്ല. ഇത് അബൂ ദഹ്ദാ കേട്ടു. അബൂ ദഹ്ദാ പ്രവാചകനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, സ്വർഗമുണ്ടോ? സ്വർഗമുണ്ടോ? ഉണ്ട്, ഉണ്ടത് നൽകുന്നവന് സ്വർഗമുണ്ട്, ഉറപ്പാണ്, അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്, സ്വർഗമുണ്ട്. എങ്കിൽ പ്രവാചകരെ, ഞാൻ ആ പറഞ്ഞവരാ, അദ്ദേഹം അസ്വീകാര്യമായി പറഞ്ഞവരുണ്ടല്ലോ, അത് ഞാൻ നൽകാൻ സന്നദ്ധനാണ്. 600 ഒറ്റമരം, ഒരു ഈന്തപ്പനമാണുള്ളത്. 600 ഈന്തപ്പനയുള്ള എന്റെ തോട്ടം ഇതാ സ്വർഗത്തിനായി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ഇത് ചെലവഴിച്ചിരിക്കുന്നു യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ മുന്നിലേക്ക് അബൂ ദഹ്ദാ റളിയല്ലാഹു അൻഹു മന്ദല്ലദീ യുക്രിമുല്ലാഹ ഖർദൻ ഹസന എന്ന ആയത്ത് കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ സ്വർഗം വാങ്ങാൻ തയ്യാറായിക്കൊണ്ട് കടന്നു വരികയാണ് അദ്ദേഹം ചെയ്തത്. എത്ര പ്രാവശ്യം കേട്ടിരുന്നു നമ്മൾ ആരും കട കൊടുത്തിട്ടുണ്ട് അള്ളാഹ്ക്ക്? 600 തോട്ടങ്ങളുള്ള ഒരു സുന്ദരമായ തോട്ടം സ്വർഗം ഉറപ്പുകൊടുത്തപ്പോ അതെനിക്ക് ലഭിക്കണമെന്ന അതിയായ ആഗ്രഹത്തോടു കൂടി ദുനിയാവിലെ ഏറ്റവും വലിയ അദ്ദേഹത്തിന്റെ മുഴുവൻ ചെലവഴിച്ചു. അതാണ് അബൂ ദഹ്ദാന്റെ ചരിത്രം. ഇങ്ങനെ എന്തെല്ലാം ചരിത്രമുണ്ട്. ഐച്ഛികമായ ദാനധർമ്മങ്ങളുടെ വിഷയത്തിൽ വരെ, ഐച്ഛികമായ വിഷയത്തിൽ വരെ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ വമാ തുൻഫിഖൂ മിൻ ഷൈഇൻ ഫഇന്നല്ലാഹ ബിഹി അലീം. ലൻ തനാലുൽ ബിർറ, ഖുർആനിലെ വചന അത് സഹാബികൾ ഓതി കേൾപ്പിക്കുകയാണ്. നിങ്ങൾ പുണ്യം കരസ്ഥമാക്കുകയില്ല നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ചെലവ് ചെയ്യുന്നത് വരെ. നിങ്ങൾക്ക് സ്വന്തം ഇഷ്ടമുള്ള ഏറ്റവും പ്രിയങ്കരമായ കണ്ടു കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് പുണ്യം ലഭിക്കുള്ളൂ. എന്താണോ നിങ്ങൾ ചെലവ് ചെയ്യുന്നത് അത് അല്ലാഹ് കൃത്യമായി അറിയുന്നുണ്ട്. നിങ്ങളുടെ മനസ്സ് കൃത്യമായി വായിച്ചെടുക്കുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന് ആകെ ബേജാറായി ഈ ആയത്ത് കേട്ടപ്പോ. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ എന്നല്ല പറയുന്നത്. നാം ഇഷ്ടപ്പെടുന്നത് കൊടുക്കണ്ടേ? അപ്പോ അദ്ദേഹത്തിന് തോട്ടുണ്ട് ബൈറുആയില. മസ്ജിദ് നബവിയിലേക്ക് വരുന്നവർക്ക് കാണുന്ന സുന്ദരമായ തോട്ട. ആ തോട്ടത്തിലെ അല്ലാഹുവിന്റെ റസൂലിനെ സഹാബികളൊക്കെ സൽക്കരിക്കും കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിന് ഹൃദയബന്ധം ഒരു തോട്ട. ഒരു കർഷകനാണ് അദ്ദേഹം. ആ തോട്ടത്തിൽ പോയി കൃഷി ചെയ്യുക, എന്നിട്ട് അവിടെ ഇരിക്കുക, അവിടെ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ജീവിക്കുക. അദ്ദേഹത്തിന് വലിയ താല്പര്യ. കർഷകർക്ക് അങ്ങനെ ഉണ്ടാവില്ല. കൃഷിഭൂമി അവരുടെ ഹൃദയമാണ്. ഹൃദയം അബൂ തൽഹയുടെ ഹൃദയമാണ് ബൈറുആയില തോട്ടം. ആ തോട്ടത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഹൃദയമാണ്. അതിനത് കൈമാറാതെ സ്വർഗം കിട്ടൂല, അള്ളാന്റെ പുണ്യം കിട്ടൂല. മനസ്സിലാക്കിയിട്ട് അബൂ തൽഹ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ വന്ന് പറയാണ്, പ്രവാചകരെ, ഈ ആയത്ത് എന്നെ സംബന്ധിച്ചാണ്. ഈ ആയത്ത് അവതീർണമായിരിക്കുന്നത് എന്റെ മനസ്സിൽ അള്ളാഹു വായിച്ചിട്ടുണ്ട്. നാം നല്ലവണ്ണം മനസ്സിലാക്കണം. ആ തോട്ടത്തിൽ നിന്ന് മുസ്ലിങ്ങൾക്ക്, മുഅ്മിനീങ്ങൾക്ക് യഥേഷ്ടമുള്ള അദ്ദേഹം നൽകുന്നുണ്ട്, യഥേഷ്ടം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. സമ്പൂർണമായി തോട്ടം കൈമാറാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല. സമ്പത്ത്, അതിൽ കിട്ടുന്ന നിഅമത്ത്, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. ആ തോട്ടം പൂർണ്ണമായി കൈമാറാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അത് പൂർണ്ണമായി കൈമാറാതെ ഈ പുണ്യം ലഭിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ വന്ന് പറയാണ്, ഞാനിതാ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചിരിക്കുന്നു. എന്റെ ഹൃദയമാണ്, എന്റെ ഹൃദയം ഞാനിതാണ്ട് പറിച്ചു. അത് ഞാനിതാ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, കുടുംബക്കാരിൽ കുറച്ച് പദ്ധതിയില്ലേ, അതാ ഇസ്ലാം, നീതിയുടെ മതമാണ്, സത്യത്തിന്റെ ദീന. പള്ളി കമ്മിറ്റിക്ക് ഒരാള്, മക്കളില്ലാത്ത ഒരാള് ഇങ്ങോട്ട് വരിക, എന്നിട്ട് പറയാണ്, എന്റെ മുഴുവൻ സമ്പത്ത് നിങ്ങൾ പള്ളിക്ക് എടുത്തോളി, മദ്രസക്ക് എടുത്തോളി, എല്ലാം എടുത്തോളി. നമ്മളെന്താ ചെയ്യുക? കമ്മിറ്റിക്കാര് വേഗം ചാടി പിടിക്കും. പാടില്ല. അവകാശികളുണ്ട് അവിടെ. 1/3 മാത്രമാണ് പണം സ്വീകരിക്കാൻ പാടുള്ളൂ. ബാക്കി 2 ഭാഗം അവകാശികൾക്ക് വേണം. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. നമ്മുടെ കേരളത്തിൽ പല വഖഫുകളും അവകാശികളെ തോൽപ്പിച്ച വഖഫുകൾ ഉണ്ടായിട്ടുണ്ട്. പാടില്ല. ആ പാവപ്പെട്ടവരുടെ അവകാശങ്ങൾ വന്നെടുക്കാൻ പാടില്ല. അങ്ങനെ പള്ളിയും മദ്രസയും ഇസ്ലാമിക ദഅവത്തും വേണ്ട. ഹക്ക്, ഓരോരുത്തരുടെ ഹക്കും അതിന്റെ അവകാശങ്ങൾ വകച്ചു കൊടുക്കണം. അള്ളാഹ്ക്കുള്ളത് അള്ളാഹ്ക്ക്, ഇവിടെ മനുഷ്യർക്ക് അള്ളാഹു വിധിച്ചത് അങ്ങനെ തന്നെ കിട്ടണം.
ഇദ്ദേഹം മക്കളില്ലാതെ വരുമ്പോ സ്വാഭാവികമായിട്ട് ആളുകൾ ചിന്തിക്കും, പിന്നെ കുടുംബക്കാരൊക്കെ അകന്നിട്ടുണ്ടാവും, സ്വാർത്ഥ സ്വഭാവത്തിലേക്ക് അവര് മാറിയിട്ടുണ്ടാവും. അവരെ നന്നാക്കണം, ബാക്കിയുള്ള കുടുംബങ്ങളൊക്കെ ആയിട്ടുള്ള ബന്ധം ഊഷ്മളമാക്കി അവർക്ക് ഇനി ഈ 1/3 എന്നല്ല കൂടുതലും ഒപ്പം ചെയ്യാം. അവരുടെ കൂടെ സമ്മതത്തോടു കൂടി കുറച്ചൊക്കെ അവരെ തൃപ്തിപ്പെടുത്തി എന്നിട്ട് അവരുടെ കൂടെ സമ്മതത്തോടു കൂടി നമുക്ക് ഇതൊക്കെ ചെയ്യാം. അനിവാര്യ ഒരു പള്ളി, ഒരു മദ്രസ, ഒരുപാട് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ സംതൃപ്തിയോടുകൂടി കൈമാറേണ്ട കാര്യമാണത്. അപ്പോ അബൂ തൽഹ റളിയല്ലാഹു അള്ളാന്റെ മാർഗത്തിലാണ് ചെലവ് ചെയ്തിരിക്കുന്നത്. റസൂലുള്ളാഹിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബക്കാരിലെ ഫുഖറാക്കളുണ്ടല്ലോ അവർക്കിടയിൽ അതിന് വിഭജിച്ചു നൽകുക. സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിൽ വെച്ച് നിൽക്കാൻ പറഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അവരുടെ മുന്നേറ്റം ഈ ആയത്തുകൾ കേട്ടപ്പോ അവർക്കിടയിൽ ഉണ്ടായ മാറ്റങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്ന് ഖുർആൻ അടിക്കടി പറയുന്നത് നമ്മെ സംബന്ധിച്ചാണ്. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. നിസാബ് എത്തിക്കഴിഞ്ഞാൽ സക്കാത്ത് കൊടുക്കണം. അത് നിർബന്ധ ഹക്കാണ്. അന്യന്റെ ഹക്ക് നമ്മുടെ ധനത്തിലുണ്ടായാൽ നമ്മളെന്തുണ്ടാവില്ല, നമ്മൾ ആ ഇടപാട് തീർക്കാതെ പരലോകത്ത് അല്ലെ ആളുകളുമായിട്ടുള്ള ഹക്കടപാട് തീർക്കണ്ടേ? ഇതിലും ഹക്കടപാടുണ്ട്. ആ ഹക്കടപാട് തീർക്കേണ്ടി വരും. ആ ഹക്കടപാട് നമുക്ക് തീർക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നല്ലവണ്ണം നമ്മൾ ചിന്തിക്കുക. ആ നിസാബ് എത്തിയാൽ സക്കാത്ത് കൊടുക്കുക. എത്രയാണ് നിസാബ്? അത് വലിയ കോടീശ്വരന്മാർക്കുള്ളതാണോ? അല്ല. നിസാബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഇപ്പൊ 590 ഗ്രാം വെള്ളി ഉണ്ടല്ലോ, 590 ഗ്രാം വെള്ളി. ആ വെള്ളിയുടെ ധനം ഒരു കച്ചവടക്കാരൻ എന്ന് പറഞ്ഞാൽ 40,000 രൂപയായിരിക്കും ഇന്നത്തെ കണക്ക്. 40,000 രൂപ ഒരു കച്ചവടക്കാരന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ, ഉണ്ടെന്ന് പറഞ്ഞാൽ അയാളുടെ മുതലും കൂടിയിട്ടുണ്ടെങ്കിൽ അതാ പറഞ്ഞത്. അയാളുടെ മുതലും സ്ഥാപനത്തിലുള്ള മുതലൊക്കെ കൂടി ഉണ്ടെങ്കിൽ അതൊരു വർഷത്തിൽ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് നിർബന്ധമായി അതിന് സക്കാത്ത് കൊടുക്കൽ. വർഷാവണമെന്നില്ല, അദ്ദേഹത്തിന് നിസാബ് എത്തിയാൽ സക്കാത്ത് കൊടുക്കണം. വർഷാക്കാൻ വേണ്ടിയിട്ട് മാറ്റേണ്ട ആവശ്യമില്ല. ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമേ ഉള്ളൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. റമദാനിലേക്ക് മാറ്റാനും പ്രത്യേകമായി സക്കാത്തിന്റെ വിഷയത്തിൽ ഒരു നിർദ്ദേശമില്ല. സക്കാത്ത് റമദാനിൽ പ്രത്യേകം കൊടുക്കാൻ റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല. റമദാനിൽ പ്രത്യേകമായി പറഞ്ഞത് ഐച്ഛികമായ ദാനധർമ്മങ്ങളാണ്, സ്വതക്കാത്താണ്. ഐച്ഛികമായ ദാനധർമ്മങ്ങൾ. സക്കാത്തിന് നിസാബ് തികഞ്ഞു വന്നാൽ അത് അപ്പ കൊടുക്കലാണ് ഏറ്റവും നല്ലത്. അത് മുതൽ ഒരു വർഷം വരെ സാവകാശം ഉണ്ടെന്ന് മാത്രം. ഒരു വർഷം വരെ. ആ ഒരു വർഷം കഴിഞ്ഞാൽ പിന്നെ അടുത്തതായി, പിന്നെ അടുത്ത കൊടുക്കാറായി. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഉള്ളിൽ വേഗം കൊടുത്തു തീർക്കലാണ് അതൊരു ഹൈറായ കാര്യം. കാരണം നമ്മുടെ ഹാല് നമുക്ക് അറിഞ്ഞോളൂ. അപ്പൊ അതുകൊണ്ട് ആ നിസാബ് ഇത്രയേ ഉള്ളൂ, 40,000. കച്ചവടക്കാരന് 40,000 മുതലും ലാഭം കൂടി കയ്യിൽ വന്നാൽ 2.5% സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായി. 2.5% കൊടുക്കണം. ആരാ 40,000 ഇല്ലാത്ത കച്ചവടക്കാർ ഇവിടെ? ആരാളുള്ളത്? വർഷത്തിൽ ഇത് കൂട്ടിയിട്ട് വർഷത്തിലാകും എങ്ങനെ കൂട്ടേണ്ടത്? ആ കച്ചവടക്കാരൻ വർഷത്തില് അവസാനം തന്റെ ഒരു ഷോപ്പ്, ആ ഷോപ്പിൽ ഇരിക്കുന്ന മുതലൊക്കെ സ്റ്റോക്ക് എടുപ്പ് നടത്തുക. അന്ന് കസ്റ്റഡിയിലിരിക്കുന്ന ആ ക്യാഷ്, ലാഭം കിട്ടിയ പൈസ അതിന്റെ 2.5%. അല്ല, ലാഭവിഹിതത്തിന് മാത്രം കൊടുക്കുകയാണെങ്കിൽ 10% കൊടുക്കണം. ആ ഒരു വർഷത്തെ ലാഭവിഹിതം കണക്കൂട്ടിയിട്ട് 10% കൊടുക്കണം. ഇതൊന്നും വേണ്ട. ആ ലാസ്റ്റ് ഇയറിൽ ആ കച്ചവട സ്ഥാപനത്തിലുള്ള വസ്തുക്കളുടെ സ്റ്റോക്ക് എടുപ്പ് നടത്തുക. അതും പിന്നെ അപ്പൊ കയ്യിലിരിക്കുന്ന ലാഭവിഹിതവും അതിന്റെ 2.5%. ആ മുതലിൽ കൂട്ടണം. ആ ലാഭവിഹിതം മാത്രം പോരാ, മുതലും കൂട്ടി അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം. അത് നിർബന്ധ. അപ്പോഴേ അവന്റെ ഹക്കടപാട് തീരുള്ളൂ. കൃഷി നമ്മളെ സംബന്ധിച്ചിടത്തോളം നഷ്ടക്കച്ചവടമാണ്. ആരും കൃഷി ചെയ്യുന്നില്ല അല്ലെ? കൃഷി ചെയ്യണം. അത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്. വളരെ പ്രോത്സാഹിപ്പിച്ച കാര്യമാണ് കൃഷി ചെയ്ത്. കാരണം മനുഷ്യന് അന്നം കിട്ടണ്ടേ, അതിന് കൃഷി ചെയ്യണം. അവിടെ ലാഭനഷ്ടങ്ങൾ നോക്കാൻ പാടില്ല. അവിടെ അല്ലെ 6 ക്വിന്റലിനുള്ള ധാന്യമുണ്ടെങ്കിൽ കൃഷി ചിലപ്പോ കർഷകന് നഷ്ടമായിരിക്കും. ഒരുപാട് നഷ്ടം സംഭവിച്ചിട്ട് 6 ക്വിന്റൽ ഉണ്ടാവുക. അതാണ് കൃഷിയുടെ വിഷയത്തില് നമ്മൾ മറ്റുള്ളവുമായി ബന്ധിപ്പിക്കേണ്ടത്. കൃഷിയാണ് ബന്ധിപ്പിക്കേണ്ടത്. 6 ക്വിന്റൽ ധാന്യം ഒരാൾക്കുണ്ട്. ആ 6 ക്വിന്റൽ ധാന്യമുള്ള വ്യക്തി നിസാബത്തി സക്കാത്ത് അദ്ദേഹം കൊടുക്കാനുള്ള ബാധ്യത വന്ന അദ്ദേഹത്തിന്. അത് നഷ്ടായാലും, കൃഷി നഷ്ടായാലും ലാഭമായാലും അതിന്റെ എത്ര ശതമാനം കൊടുക്കണം? കർഷകൻ കൊടുക്കേണ്ടത് ആ കൃഷി
വെള്ളം അതുപോലെ ചെലവൊക്കെ ഉണ്ടാക്കി ബുദ്ധിമുട്ടിയാണ് അദ്ദേഹം കൃഷി ചെയ്തതെങ്കിൽ അദ്ദേഹത്തിന് 5% കൊടുത്താൽ മതി, അല്ലെങ്കിൽ 10% കൊടുക്കണം. ഈ 6 കിൻഡൽ എന്ന് പറഞ്ഞ ധാന്യട്ട, ഗോതമ്പ് ധാന്യം. നമ്മൾ വലിയ വിലപിടിപ്പുള്ള ഏലം, ചുക്ക്, അങ്ങനെ കുരുമുളക് പോലെയുള്ള വിലപിടിപ്പുള്ളത് 6 കിൻഡലല്ല. ഈ 6 ധാന്യത്തിന്റെ 6 കിൻഡലുമായിട്ട് തുലനം ചെയ്യേണ്ടത്. അല്ലാതെ മറ്റേത് 6 കിൻഡൽ എന്ന് പറഞ്ഞ കോടികൾ വേണം അല്ല. ഇതുമായിട്ട് ധാന്യത്തിന് ആ സംഖ്യക്കുള്ള ഏലമുണ്ടോ ചുക്കുണ്ടോ അതിന് എന്തായി ഹക്കിടപാടായി. അവനാ എന്ത് ചെയ്യണം? അതിന്റെ 5% അല്ലെങ്കിൽ 10%. വെള്ളം നനച്ച് ബുദ്ധിമുട്ടി അങ്ങനെ ഉണ്ടാക്കിയതാണെങ്കിൽ 5% കൊടുത്താൽ മതി, അല്ലെങ്കിൽ 10%. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് കാർഷിക വിഷയത്തിൽ ഇങ്ങനെ 5%, 10% ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന അൽമാലുൽ മുസ്തഫാദ് എന്ന് പറയുന്ന ശമ്പളം ഉണ്ടല്ലോ, ആ ശമ്പളത്തിന് സക്കാത്തില്ല, കറൻസിക്ക് സക്കാത്തില്ല എന്ന് ചില ആളുകൾ മനസ്സിലാക്കിയിരിക്കാം. അതിന് എന്ത് ചെയ്യാണ്? ഫുഖഹാക്കളെ പിടിക്കുക. പഴയ കാലത്ത് ഫുഖഹാക്കൾ പറഞ്ഞ ഫുഖഹാക്കൾ അങ്ങനെ പറഞ്ഞില്ല. ഫുഖഹാക്കൾ അന്നത്തെ കാലത്ത് വെച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവും. ആ കാലത്തുള്ള ചില വിഷയം ഉണ്ടാവും. അന്നത്തെ കറൻസി എന്ന് പറഞ്ഞാൽ സ്വർണം, വെള്ളിയാ. അതുകൊണ്ട് അത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള കറൻസി ഇല്ല, അപ്പൊ അത് പറഞ്ഞിട്ടുണ്ടാവില്ല. അത് സ്വാഭാവികമാണല്ലോ. അവർ കുറ്റം പറയാൻ പാടില്ല. മഹാരഥന്മാരായ പണ്ഡിതന്മാരാണ് അവര്. കഴിഞ്ഞു പോയ മഹാരഥന്മാരായ പണ്ഡിതന്മാരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഇന്ന് ഖുർആനിന്റെ അധ്യാപനങ്ങൾ നമുക്ക് ബുദ്ധിയില്ലേ, ചേർത്ത് വെച്ചുകൊണ്ട് മനസ്സിലാക്കണ്ടേ? ഈ ഒരു കർഷകൻ 6 കിൻഡൽ പിന്നെ 6 കിൻഡൽ ധാന്യമുണ്ടെങ്കിൽ കർഷകൻ 5%, 10% സക്കാത്ത് കൊടുക്കണം. എങ്കിൽ നമുക്ക് കിട്ടുന്ന അതിനേക്കാൾ എളുപ്പത്തിൽ കിട്ടുന്ന ശമ്പളത്തിന് നമുക്ക് കറൻസിക്ക് നമ്മൾ സക്കാത്ത് കൊടുക്കാതിരിക്കുകയാണെങ്കിൽ എന്ത് അപരാധമാണ്? എന്ത് കുറ്റകരമായ കാര്യമാണത്? വലിയ കുറ്റകരമായ കാര്യമില്ലേ? തീർച്ചയായിട്ടും ആ ശമ്പളത്തിന് കൊടുക്കണം. അങ്ങനെ പെട്ടെന്ന് കരസ്ഥമാക്കുന്ന ഇങ്ങനെയുള്ള ധനങ്ങൾക്ക് സക്കാത്തുണ്ട്. അത് ഈ കണക്കിന് കൊടുക്കുന്നവരെ പറഞ്ഞവരുണ്ട്. ഈ കാർഷിക വിളവിന്റെ കണക്കിന് 5%, 10% പോട്ടെ, നമ്മളത് 2.5% കൊടുക്കുക വിശുദ്ധമാവുക. അത് കൂടുതൽ നന്നായി ചെയ്താൽ ഹൈറായ കാര്യമാണ്. അതിലേക്ക് നമ്മൾ വഴിമാറുകയാണെങ്കിൽ നല്ല ഹൈറ് തന്നെയാണ്. എന്നാൽ 2 ഉണ്ടല്ലോ, ആ ഹക്കടപാട് തീർക്കാൻ വേണ്ടി, ആ ബാധ്യത തീർക്കാൻ വേണ്ടി 2.5% കൊടുക്കാൻ തയ്യാറാവണം. അപ്പൊ അതിന്റെ മുന്നിലൊരു കാര്യം കടന്നു വരട്ടെ, ചെലവ് കഴിക്കണ്ടേ? ചെലവ് കഴിച്ചിട്ടല്ലേ കൊടുക്കണ്ടേ? അപ്പോ എന്ത് ചെലവ് കഴിക്കണ്ടേ? ഇപ്പൊ ഞാൻ പറയും, ഒരു ദിവസം ഒരു 800 രൂപക്ക് പണിയെടുക്കുന്ന ഒരാൾ മനസ്സിലാക്കി വെക്കുന്ന എന്താ? ഈ 800 രൂപക്ക് പണിയെടുക്കുന്ന ആള് സക്കാത്തില്ലാന്ന് മനസ്സിലാക്കുന്നത്. 800 രൂപക്ക് പണിയെടുക്കുന്ന ആള് സക്കാത്തില്ലാന്ന. ഒരു മാസത്തിൽ അവൻ എന്ത് കിട്ടുന്നുണ്ട്? 20,000 രൂപ കിട്ടുന്നുണ്ട്. 20ഉം പിന്നെ 20ഉം ആയാൽ സക്കാത്തായി. 2 മാസമായാൽ സക്കാത്തായി. ഒരു കൊല്ലത്തിലേക്ക് പോണ്ട, 2 മാസം പൂർത്തിയാകുമ്പോൾ സക്കാത്താവും. അപ്പൊ ചെലവ് കഴിക്കേണ്ടതാണ്. ചെലവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? അദ്ദേഹത്തിന് ആ ജോലിക്ക് പോകാനുള്ള ചെലവുണ്ടാവും, എക്സ്പെൻസ് ഉണ്ടാവും. അദ്ദേഹത്തിന് ഭക്ഷണം വേണ്ടി വരും. അങ്ങനെയുള്ള ചെലവുകളാ. അല്ലാതെ കുടുംബത്തിന് വേണ്ടി വീട് വെക്കുക, സ്ഥലം വാങ്ങുക, കാറ് വാങ്ങുക, വാഹനം വാങ്ങുക, മറ്റുള്ള കാര്യങ്ങളൊക്കെ, അതിനൊക്കെയുള്ള ചെലവ് ഈ കാര്യത്തിന് എടുത്താൽ പിന്നെ സക്കാത്ത് ഉണ്ടാവുമോ? പിന്നെ കണക്കാനായിരിക്കും അദ്ദേഹം. അല്ല, ഇതുമായി ബന്ധപ്പെട്ട ഈ ജോലിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വരുന്ന എക്സ്പെൻസ് ഉണ്ട്. ഇവിടുന്ന് കോഴിക്കോടൊക്കെ ജോലിക്ക് പോകുന്ന ആൾക്ക് ദിവസം പോയി വരുന്നതിന് ചെലവുണ്ട്, ഭക്ഷണ ചെലവുണ്ട്, അങ്ങനെയുള്ള ചെലവുകൾ. പിന്നെ ചില പണ്ഡിതന്മാര് പറഞ്ഞു, കുടുംബത്തിൽ കൊടുക്കുന്ന അന്നം, ആ റിസ്ക് ഉണ്ടല്ലോ, അത്യാവശ്യ റിസ്ക്, അതും ഒന്ന് കിഴിക്കാം എന്നൊക്കെ പറഞ്ഞവരുണ്ട്. പക്ഷെ സൂക്ഷ്മത അതല്ല. ഈ ഒരു എക്സ്പെൻസ് മാത്രം, ഈ ജോലിക്ക് എന്ത് എക്സ്പെൻസ് വരുമോ, യാത്രക്ക്, മറ്റുള്ള അന്നത്തെ ചെലവ്, ആ ഒരു ചെലവ് കഴിച്ച് ബാക്കി അദ്ദേഹത്തിന് 40,000, ഈ 590 ഗ്രാം വെള്ളിയുടെ ധനം അദ്ദേഹത്തിന്റെ കസ്റ്റഡിയിൽ വന്നാൽ അദ്ദേഹത്തിന് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായി. 2 മാസമായി അല്ലെങ്കിൽ 3 മാസം വരുമ്പോ അതെങ്ങനെയാലും വരും. അതിൽ നിന്ന് 5,000 ചെലവിന്റെ ആവശ്യങ്ങൾക്ക് മാറ്റിവെച്ചാലും എത്ര ഉണ്ടാവും? 3 മാസത്തെ പൈസ 60, 5 ചെലവിന് മാറ്റിട്ടോളി 55 രൂപയുടെ അദ്ദേഹം എന്ത് കൊടുക്കണം? 2% സക്കാത്ത് കൊടുക്കൽ അദ്ദേഹത്തിന് നിർബന്ധമാണ്. അദ്ദേഹത്തിന് ഫറദ കാര്യ. അങ്ങനെയോ സഹാബികൾ പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂല് വളർത്തിയെടുത്ത സഹാബാ കിറാം അങ്ങനെയാണ്. അല്ലാതെ അവര് അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ വീട്ടിലേക്ക് പോയിക്കോളിയും, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പോയിക്കോളിയും എന്നല്ല അവര് പറഞ്ഞത്. അവര് മാത്രമാണ് സമ്പന്നര്. ഏതാനും വിരലെണ്ണാവുന്ന ആളുകൾ, ബാക്കിയുള്ളവരൊക്കെ ഫുഖറാക്കളാ. എല്ലാവരുടെ അടുത്തേക്ക് പോയിട്ടുണ്ട്, എല്ലാവരോടും സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട്
ആ രൂപത്തിൽ വളരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് പിന്നെ 2-3 മാസം ചേർത്ത് വെച്ചോ, അല്ലെങ്കിൽ കൊല്ലം, ഒരു വർഷത്തെ മൊത്തം കണക്ക് ചേർത്ത് വെച്ചോ. ഒരു പ്രാവശ്യം കൊടുക്കാം, ഒരു വർഷത്തിലേക്ക് കൊടുക്കാം. 3 മാസത്തിൽ ആ നിസാബ് എത്തുമ്പോ തന്നെ കൊടുത്താൽ അത് കഴിഞ്ഞ് പിന്നെ 3 മാസം കൂടി അങ്ങനെ കൊടുക്കാം. ഈ 2 രീതി അവലംബിക്കുക. ഏത് രീതിയായാലും നമുക്ക് വിരോധമല്ല. ഒരു വർഷത്തിൽ ഒന്നിച്ച് ചെയ്യുമ്പോൾ കണക്ക് ശരിക്കും കൂട്ടണം, നഷ്ടപ്പെടാൻ പാടില്ല. ആ ഒരു 12 മാസത്തെയും കണക്ക് അവർ കിട്ടിയ കണക്കുകളൊക്കെ വരണം. അതുപോലെ തന്നെ നമ്മുടെ ഇടയിൽ ഈ ഇന്നത്തെ വ്യവസായം എന്നൊക്കെ പറഞ്ഞാല് കോടികൾ വരുന്ന കച്ചവടങ്ങളുണ്ട്. ഇപ്പൊ ഒരു ഭൂമിയൊക്കെ നമ്മൾ ചെറിയ വിലക്ക് വാങ്ങിയ ഭൂമി അല്ലെ, ഒരു 10 ലക്ഷത്തിന് വാങ്ങിയ ഭൂമി 1 കോടി രൂപക്കാണ് പിന്നീട് വിൽക്കുന്നത്. 1 കോടി രൂപക്കൊക്കെ ചിലപ്പോ ആ സ്ഥലത്തുനിന്ന് ഒരു പ്രത്യേകമായ മാർക്കറ്റും റോഡൊക്കെ വന്നു കഴിഞ്ഞാൽ ഭൂമിക്ക് വില കൂടും. കൃത്രിമം അല്ലാതെ തന്നെ വില കൂടും. അത് അപ്പം നൽകുന്ന ഒരു ഔദാര്യമാണ്. എല്ലാവരും കൃത്രിമം കാണിച്ചെന്നല്ല, ചിലരൊക്കെ ഇങ്ങനെ കള്ള വില പറഞ്ഞ് ആളുകളെ വില കബളിപ്പിക്കാറുണ്ട്. കബളിപ്പിക്കാതെ തന്നെ ചില പ്രദേശങ്ങളിൽ അല്ലെ റോഡൊക്കെ വന്നു കഴിഞ്ഞാൽ വില കൂടും. അത് സ്വാഭാവികമാണ്, വികസനം വരും. അപ്പം നൽകുന്ന ഔദാര്യാണ്. നമ്മൾ വാങ്ങിച്ചത് 10 ലക്ഷത്തിനായിരിക്കും, കോടിക്കായിരിക്കും പിന്നെ അത് ചോദിക്കുന്നത്. അങ്ങനെ കോടികൾ നമ്മുടെ കയ്യിലേക്ക് കൈമാറി വന്നാൽ എന്താണ് അങ്ങനെ സക്കാത്ത്? 2.5 2.5 കൊടുത്തിട്ട് തൃപ്തിപ്പെടാൻ നമ്മൾ ഇഷ്ടപ്പെടുക അല്ല. നിധിക്ക് സക്കാത്ത് പറഞ്ഞത് 20%. നിധി ഒരു അധ്വാനമില്ലാതെ കിട്ടുന്ന നിധി അതുപോലെ കിട്ടുന്നതാണ് ഇതും. അപ്പൊ നിധിക്ക് തത്തുല്യമായത് കൊടുക്കലോ അല്ല. നിധി ഇതിന് ചെറിയൊരു അധ്വാനം ഉണ്ടല്ലോ, അതുകൊണ്ട് അതിന്റെ പകുതി 10% അങ്ങനെയുള്ള വലിയ ലാഭങ്ങൾ കിട്ടുമ്പോൾ 10% കൊടുക്കണമെന്ന് പണ്ഡിതന്മാർ ഈ ആയത്തുകളെ വ്യാഖ്യാനിച്ച് ഹദീസുകളെ വ്യാഖ്യാനിച്ച് പഠിപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ വിഷയത്തില് വളരെ ജാഗരൂകരാവേണ്ടതുണ്ട്. അതുപോലെ തന്നെ സഹോദരിമാരെ നമ്മൾ ചിന്തിക്കണം. ഭർത്താക്കന്മാരുണ്ട്, ഇവിടെ വാപ്പന്മാരുണ്ട്, സഹോദരന്മാരുണ്ട് അല്ലെ. ഏത് വീട്ടിലാണ് 20-30 ഒക്കെ ഇല്ലാത്തത്? 20-30 പവനില്ലാത്ത വീടേതാ? 590 ഗ്രാം വെള്ളി ഉണ്ടെങ്കിൽ എന്ത് വേണം? സകാത്ത് നിർബന്ധമായി. എന്നാൽ ധനത്തിന്റെ കണക്ക് പറയുമ്പോൾ 10 പവന്. സൂക്ഷ്മതക്ക് 590 ഗ്രാമിന്റെ കണക്കാണ് സകാത്ത് ദഹബിന്റെ കാര്യത്തിലും സ്വർണത്തിന്റെ കാര്യത്തിലും കൂട്ടേണ്ടത് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതാണ് ഇതിന്റെ സൂക്ഷ്മത. അതൊക്കെ നമുക്ക് വിടാം, സൂക്ഷ്മതയല്ലേ. നമുക്ക് അക്കടപാട് തീർക്കുന്നത് നോക്കിയിട്ട് മതി സൂക്ഷ്മതയിലേക്ക് കടക്കരുത്. അക്കടപാട് ആ കണക്ക്, ആ സ്വർണത്തിന്റെ കണക്ക് പറഞ്ഞത് പ്രകാരം ഇന്ന് 10.5 പവനാണ്. 10.5 പവൻ ആഭരണം എന്റെ കയ്യിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്റെ ഭാര്യയുടെ കയ്യിലുണ്ടെങ്കിൽ, അതെന്റെ ഭാര്യയുടെ എന്ന് പറഞ്ഞ ഭാര്യയോട് പറയണം. 10.5 പവനുണ്ടെങ്കിൽ അതിന്റെ 2.5% അവരുടെ അവകാശമല്ല. ഒരു പ്രാവശ്യം നേരത്തെ കൊടുത്തിട്ടുണ്ടല്ലോ. ഒരു പ്രാവശ്യം കൊടുത്താൽ 1 വർഷത്തിന് തന്നെ കൊടുക്കണ്ട. അടുത്ത വർഷം അവിടെ ഉണ്ടെങ്കിൽ പിന്നെയും കൊടുക്കണം 2.5%. 20 പവൻ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ ആഭരണം ഉണ്ടെങ്കിൽ എല്ലാ വർഷവും അതിന്റെ 2.5% കൊടുത്തോണ്ടിരിക്കണം. അതിങ്ങനെ കുറഞ്ഞു വരും. കുറയൂലോ എന്നാ പറയാ. കുറഞ്ഞോട്ടെ, ഡെപ്പോസിറ്റ് ആണത്, അവിടെയുള്ള നിക്ഷേപമാണത്. അള്ളാഹു കടം കൊടുക്കണം, അള്ള കടം തിരിച്ചു തരും. എങ്ങനെ അപ്പൊ തിരിച്ചു തരിക? ഇരട്ടിയായിട്ടാ തിരിച്ചു തരിക. പിന്നെ എന്താ നഷ്ടം സംഭവിക്കാൻ? ഒരു നഷ്ടമല്ല. അപ്പൊ അതുകൊണ്ട് ഈ ആഭരണങ്ങളുള്ളവര് പിന്നെ അവിടെ ഒരു ഹുക്കുമ ചിലര് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ആഭരണം ധരിക്കുന്ന ഫുഖഹാക്കൾ പറഞ്ഞു തന്നെയാണ്. പക്ഷെ ഫുഖഹാക്കൾ അതിലൊന്നും പറയാൻ പാടില്ല. കാരണം എന്താ അറിയോ? ഫുഖഹാക്കളാ പറഞ്ഞതിന്റെ അർത്ഥം അന്ന് ധരിക്കുന്ന ആഭരണം എന്ന് പറഞ്ഞ് 10 താഴെയുള്ളൂ. ഇന്നതല്ല, ഇന്ന് കൂടിയിട്ടുണ്ട്. അവനാ ധരിക്കുന്ന ആഭരണം പറഞ്ഞ് 10 താഴെയുള്ള നിസാബ് എത്തുന്നതിന് മുമ്പുള്ള ആഭരണങ്ങളെ പറ്റിയാണ് പറയുന്നത്. നിസാബ് എത്തിക്കഴിഞ്ഞാൽ ഈ 10 നമ്മുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ അതിന്റെ 2.5% അന്യന്റെ അവകാശമാണ്. ആ അവകാശം തീർക്കാതെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അവരെ സംരക്ഷിക്കുന്ന പ്രിയപ്പെട്ട പിതാക്കളെ, സഹോദരങ്ങളെ, ഭർത്താക്കന്മാരെ ചിന്തിക്കുക. ആ ആഭരണങ്ങൾ നാളെ അതെന്തായിത്തീരും? അത് സ്വർണത്തിന്റെ ആ ആഭരണം അഗ്നിയുടെ ആഭരണമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല അണിയിപ്പിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദ്റത്തിലേക്ക് ഒരു സഹോദരി കടന്നു വന്നപ്പോൾ 2 വളകളുണ്ട്. ആ വളകൾക്ക് സകാത്ത് കൊടുത്തു എന്ന് ചോദിച്ചു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ലാന്ന് പറഞ്ഞപ്പോ നീ ഇത് നരകത്തിലിട്ട് പഴിപ്പിച്ച് അവിടെ ആഭരണമാക്കി അണിയിക്കപ്പെടുന്നതിന് ഇഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല പ്രവാചകരെ എന്ന് പറഞ്ഞ് 2 മുടന ഊരിയെടുത്ത് പ്രവാചകന്റെ ഹദ്റത്തിലേക്ക് കൈമാറുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അള്ളാന്റെ റസൂല് അത് ബൈത്തുൽ മാലിലെ ധനമാക്കട്ട. വഴുത് പറഞ്ഞ ആളുകളുടെ സമ്പത്ത് ആളുകളുടെ സമ്പത്തിനോട് വാങ്ങി അതിന് പറഞ്ഞ് കമ്മീഷൻ വാങ്ങി വഴുതിന് ഇന്ന ചാർജ് എന്ന് പറഞ്ഞിട്ട് കമ്മീഷൻ വാങ്ങി പോകാനല്ല. ആ ധനം, സക്കാത്തിന്റെ ധനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും പ്രവാചകന്റെ കുടുംബത്തിന് ഹറാമാണ്, നിഷിദ്ധമാണ്. എത്ര മഹോന്നതമായ, എത്ര സുന്ദരമായ ദീനാണിത്. ഒരു ചൂഷണവും, ഒരു തരത്തിലുള്ള ചൂഷണവും ഈ ദീൻ മുന്നോട്ട് വെച്ചിട്ടില്ല. വളരെ സരളമായ, ഋജുവായ മാർഗമാണ് ഇസ്ലാം ദീനിന്റെ. അപ്പോ 2 വള ആയിഷ റളിയല്ലാഹു അൻഹ 2 വള വെള്ളിയുടെ ധരിച്ചു കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ ഇതിന് സക്കാത്ത് കൊടുത്തോ? അപ്പോ ആയിഷ ബിക്ക് സക്കാത്ത് കൊടുക്കണമെന്നുണ്ട്, കൊടുക്കണ്ടെന്നല്ല. പക്ഷെ ആ വിഷയത്തില് വിധി പ്രവാചകനോട് ആരായാൻ വേണ്ടിയാണ് ഇത് അണിഞ്ഞു വന്നിരിക്കുന്നത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേഗം കൊടുത്തോ. കാരണം ഒരു പക്ഷെ ഈ 2 വളകൾ മാത്രം മതി. സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 2 വളകൾ മാത്രം മതി നരകത്തിൽ പ്രവേശിക്കാൻ. നിന്നെ നരകത്തിലാക്കാൻ ഈ 2 വളകൾ മാത്രം മതി. നമ്മുടെ കയ്യിലിരിക്കുന്ന 20, 30, 40, 50, 60 പവനുകള് വീടുകളിലുണ്ട്. ഏതൊരു സാധാരണക്കാരൻ 40, 50 കൊടുക്കാണ്. അത് കൊല്ലം സക്കാത്ത് കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ ബന്ധുക്കൾ ചിന്തിക്കുക. അത് കൊടുക്കാതെ നാളെ നരകത്തിലിട്ടുകൊണ്ട് പഴിപ്പിച്ച് അവരുടെ ശരീരത്തിൽ ചൂടുവെക്കും. ഖുർആനാ പറയുന്നത്, വല്ലദീന യക്നിസൂന അസ്സഹബ വൽ ഫിദ്ദത വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്. അവര് സ്വർണവും വെള്ളിയും നിക്ഷേപിച്ചു വെക്കുകയാണ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ അവർ ചെലവ് ചെയ്യുന്നില്ല. ഫബശ്ശിറുഹും ബിഅദാബിൻ അലീം. അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക, സുവിശേഷം അറിയിക്കുക, വേദനയേറിയ ഭയാനകമായ ശിക്ഷയുണ്ട് എന്ന്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലിടുന്നതാണ്. ആ സകാത്ത് കൊടുക്കാത്ത ധനത്തെ, ആ സ്വർണ്ണത്തെയും വെള്ളിയെയും അല്ലാഹു നരകത്തിലിടും. നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം. فَتُكْوَى بِهَا جِبَاهُهُمْ وَجُنُوبُهُمْ وَظُهُورُهُمْ هَذَا مَا كَنَزْتُمْ لِأَنفُسِكُمْ فَذُوقُوا مَا كُنْتُمْ تَكْنِزُونَ. എന്താ ഭയാനകമാണ് അതിന്റെ. അതിങ്ങനെ ചുട്ടുപഴിപ്പിച്ചതിന് ശേഷം അവന്റെ നെറ്റിത്തടത്തിലും അതുപോലെ അവന്റെ ശരീരഭാഗങ്ങളിലും എല്ലാ ഭാഗത്തും അല്ലാഹു ചൂട് വെക്കുന്നതാണ്. എത്ര ഭയാനകമായ ചൂടാണത്! ഈ ചൂടിനേക്കാൾ 69 ഇരട്ടിയുള്ള ഭയാനകമായ ചൂട്. അത് എത്ര ആഭരണമുണ്ടോ, എത്ര സ്വത്തുണ്ടോ, അതിന്റെ കണക്കനുസരിച്ച് അതിന്റെ തോത് വർദ്ധിക്കുന്നതാണ്. എന്നിട്ട് പറയപ്പെടും, നിന്റെ ശരീരത്തിന് വേണ്ടി നീ സകാത്ത് കൊടുക്കാതെ മാറ്റിവെച്ച ധനമാണ്. പതുക്കൂ, അതുകൊണ്ട് അനുഭവിച്ചുകൊള്ളൂ. മകുന്തും തക്നിസൂൻ. നീ ഡെപ്പോസിറ്റായി വെച്ച ധനമുണ്ടല്ലോ, ആ ധനത്തിന്റെ രുചി നീ അനുഭവിച്ചുകൊള്ളൂ എന്ന് പറയപ്പെടും. അതുകൊണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൈകളിൽ ആ തരത്തിലുള്ള ധനം സൂക്ഷിച്ചു വെക്കണ്ട. എപ്പോഴാണ് നമ്മുടെ അന്ത്യം നമുക്ക് അറിഞ്ഞുകൂടാ. പിന്നീട് നമുക്കൊരു പശ്ചാത്താപം അതിലേക്ക് തിരിച്ചു വരാൻ സന്ദർഭം കിട്ടുകയില്ല. ധനത്തെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മരണവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞത്, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. രക്ഷിതാവേ, എന്നെ തൊട്ടടുത്തുള്ള ഒരു അല്പസമയത്തേക്കൊന്ന് പിന്തിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? ഫസ്വദ്ദക, ഞാൻ ദാനധർമ്മങ്ങൾ ചെയ്യാം. വകും മിനസ് സ്വാലിഹീൻ, സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ ചേരുകയും ചെയ്യാം. അതേ, ആ മാറ്റിവെച്ച ധനമുണ്ടല്ലോ, അതൊക്കെ ഞാൻ കൊടുത്തുകൊള്ളാമെന്ന് മരണത്തിന്റെ വേളയിൽ, സക്കറാത്തിന്റെ വേളയിൽ റബ്ബിനോട് പറയുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതെ, അതുവരെ കൊടുക്കണ്ട എന്ന് വിചാരിച്ചത് എത്ര തവണ കേട്ടതാണ്. പിന്നെയും നമ്മൾ ചെവിയിലൂടെ കേൾക്കുന്നു, മറു ചെവിയിലൂടെ വിടുകയാണ് ചെയ്യുന്നത്. ആ സക്കാത്ത് കൊടുത്ത് വീട്ടണമെന്ന് നമുക്ക് എന്താ തോന്നാത്തത്? സക്കാത്ത് കൊടുക്കുക എന്നതാണ് ഏറ്റവും പ്രയാസകരമായ ഇബാദത്ത്. എല്ലാ ഇബാദത്തുകളെക്കാളും നമുക്ക് പ്രയാസകരമായ ഇബാദത്ത് സക്കാത്ത് കൊടുക്കലാണ്. അതുകൊണ്ട് ആ മരണത്തിന്റെ സമയത്തുള്ള വിലാപം,
അത് യാതൊരു പ്രയോജനവും ചെയ്യുകയില്ല. അല്ലാഹു പറയുകയാണ്, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. വേണ്ട, ആ സമയത്ത് ആ തരത്തിലുള്ള ഒരു പറച്ചില്, ഒരു വാക്ക് കടന്നു വരാൻ നിങ്ങള് ശ്രമിക്കണ്ട. അത് ആവർത്തിക്കപ്പെടുന്ന ഒരു വാക്ക് മാത്രമായിരിക്കും, ഒരു വിലാപം മാത്രമായിരിക്കും. യാതൊരു പ്രയോജനവും ആ സമയത്ത് ചെയ്യുകയില്ല. ആ സമയത്ത് അല്ലാഹ് ഒരു സെക്കൻഡ് പിന്തിക്കുന്നതല്ല. അപ്പൊ അജലെത്തിയാ പിന്നെ ഒരവസരം കിട്ടൂല. ഇപ്പൊ കിട്ടിയ അവസരം ഉപയോഗിച്ചോളൂ, അത് ക്ലിയർ ചെയ്തോളൂ വേഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഹക്കുണ്ടല്ലോ, അത് തീർത്ത് നമ്മൾ ക്ലിയർ ആവണം. അതുകൊണ്ട് ആ സക്കാത്തിന്റെ വിഷയം വളരെ ഗൗരവത്തിലെടുക്കണം. ഖുർആനിൽ എത്ര ഭാഗത്താണ് അല്ലാഹു പറഞ്ഞത്, വമാ ഉമിറൂ ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാഅ വയുഖീമുസ് സ്വലാത്ത വയുതുസ് സകാത്ത വദാലിക ദീനുൽ ഖയ്യിമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെയും നമസ്കാരം നിലർത്തുന്നവരാണ്, അവര് സകാത്ത് നൽകുന്നവരുമാണ്. നമസ്കാരം നിലർത്തുന്നവര്, സകാത്ത് നൽകുന്നവര്, നമസ്കാരത്തോടൊപ്പം ചേർത്ത് വെക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇബാദത്താണ്. അത് നിർവഹിക്കാതെ നോമ്പെടുത്ത പട്ടിണിയായിരിക്കും, ഒരു കാര്യം ഉണ്ടാവില്ല. ഹജ്ജ് നിർവഹിച്ച വെറുതെ. ഹജ്ജും ഉംറയൊക്കെ നിർവഹിക്കാൻ നമുക്ക് താല്പര്യമാണ്. കാരണം എന്താ, അതൊക്കെ വ്യക്തിപരമായൊരു ആനന്ദമുണ്ട്. ടൂറിസം, യാത്ര, പിന്നെ വ്യക്തിപരമായൊരു സകാത്തിന്റെ വിഷയമാണ് നമുക്ക് പ്രയാസം. ആ പ്രയാസം നാം പാടില്ല. അശ്ശൈത്വാനു യഇദുകുമുൽ ഫഖറ വയഅ്മുറുകും ബിൽ ഫഹ്ശാഇ. പിശാച് നിങ്ങളോട് എന്ത് വാഗ്ദാനം ചെയ്യും? ഫഖ്റത വാഗ്ദാനം ചെയ്യും. അതുപോലെ പിശാച് നിങ്ങളോട് നീചവൃത്തി ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. രണ്ട് കാര്യങ്ങളൊക്കെ ചേർത്ത് വെച്ചാ പറഞ്ഞത്. പിശാച് അത് കൊടുക്കുമ്പോ കുറഞ്ഞു പോകുമെന്നിങ്ങനെ മനസ്സിൽ പറഞ്ഞു തരും, അല്ലെ? കൊടുക്കാൻ വേണ്ടിട്ട് തിരിയുന്ന സമയത്ത് വീട്ടുകാര് തടസ്സം വരും, മക്കള് തടസ്സം വരും, ബന്ധുക്കൾ തടസ്സം വരും. എന്തിനാ അങ്ങനെ കൊടുക്കണത് എന്ന് തടസ്സമായിട്ട് പലവരും കടന്നു വരും. ആരാധന കാരണം പിശാചുക്കൾ അവരുടെ മനസ്സുകളിൽ ദുർമന്ത്രം നടത്തുകയാണ്. ഫഖർ, ദാരിദ്ര്യം, ഭാവിയിൽ നമ്മളെങ്ങനെ ജീവിക്കുക, കഷ്ടപ്പെട്ടു പോകൂലേ എന്നൊക്കെ പറയും. എന്നിട്ട് പിശാച് നീചവൃത്തികൾ ചെയ്യിപ്പിക്കുകയും ചെയ്യും. കല്യാണത്തിൽ ദൂർത്തടിക്കാൻ യാതൊരു മടിയുമില്ല. ലക്ഷക്കണക്കിന് രൂപയാണ് കല്യാണങ്ങൾക്ക് ചെലവാക്കുന്നത്. സകാത്തിന്റെ ഇനമായിട്ട് 50,000 കൊടുക്കാൻ മടിയുള്ളവൻ 10-15 ലക്ഷം അവൻ കല്യാണത്തിന് ദൂർത്തടിക്കാൻ യാതൊരു മടിയുമുള്ള വ്യക്തിയല്ല. കാരണം എന്താ? വയമുറുക്കും ബിൽ ഫഹ്ശാഇ. പിശാച് നിങ്ങളോട് നീചവൃത്തി ചെയ്യാനാണ് പ്രേരിപ്പിക്കുന്നത്. അല്ലാഹു എന്താണ് നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നത്? പടച്ചവൻ മഗ്ഫിറത്താണ് വാഗ്ദാനം ചെയ്യുന്നത്. അല്ലാഹു മഗ്ഫിറത്ത് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ആ മഗ്ഫിറത്ത് മുഖേന അവൻ സ്വർഗം വാഗ്ദാനം ചെയ്യുകയാണ്. വസാരിഉ, നിങ്ങൾ തിരിഞ്ഞു വെക്കുക, ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിന്റെ അടുത്തുള്ള പാപമോചനത്തിലേക്ക്, വജന്നത്തിൻ, സ്വർഗത്തിലേക്ക്. അതേ എങ്ങനത്തെ സ്വർഗമാണത്? ആകാശങ്ങളും ഭൂമിയും വിശാലമായ സ്വർഗമാണ്. അതിലേക്ക് നിങ്ങൾ ധൃതി വെക്കുക. തഖ്വയുള്ളവർക്ക് തയ്യാറാക്കപ്പെട്ടതാണത്. അപ്പൊ തഖ്വയുള്ളവർക്കത് നിർബന്ധമാക്കപ്പെട്ട സ്വർഗമുണ്ട്. ആ തഖ്വയുള്ളവരുടെ ക്വാളിറ്റി എന്ന് പറയാണ്, അല്ലദീന യുൻഫിഖൂന, അവർ ചെലവ് ചെയ്യുന്നവരാണ്, ബിസ്സറാഇ വദറാഇ, അവരുടെ സന്തോഷകരമായ അവസ്ഥയിലും കഷ്ടമുള്ള കഷ്ടപ്പാടുള്ള അവസ്ഥയിലും അവർ ചെലവ് ചെയ്യും. രണ്ട് സമയത്തും. അതേ, കച്ചവടത്തിൽ മാന്യം വന്നാലും കച്ചവടത്തിൽ ലാഭം വന്നാലും ചെലവ് ചെയ്യുന്നവരാണ്. അങ്ങനെ ചെലവ് ചെയ്യുന്നവരായി തീരണം. കൂട്ടത്തിൽ ഒറ്റ കാര്യം പറയുകയാണ്, ഇതിനു വേണ്ടി സംവിധാനങ്ങൾ, പള്ളിയുടെ കീഴിൽ, മഹല്ലിന്റെ കീഴിൽ സംവിധാനങ്ങൾ വേണം. സകാത്ത് സ്വരൂപിക്കാനും വിതരണം ചെയ്യുവാനും ഒക്കെ സംവിധാനങ്ങൾ വേണം. എന്നിട്ട് ആ വിതരണക്കാരായി പറഞ്ഞ പുത്തറായ മസാക്കീൻ, അതുപോലെ ഒരുപാട് 8 പേരെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ബന്ധപ്പെട്ട ആളുകൾക്ക് സകാത്ത് നൽകുന്ന ആ കുറ്റമറ്റ സംവിധാനം
സംവിധാനം നമ്മുടെ പള്ളിയുടെ കീഴിലോ മഹലിന്റെ കീഴിലോ അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് വസിക്കുന്നത് അവിടൊക്കെ അങ്ങനെയുള്ള സംവിധാനം ഉണ്ടാക്കണം. ആ സംവിധാനത്തിലേക്കാണ് സക്കാത്ത് കൈമാറേണ്ടത്. അതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാര്യം. ആ രീതിയിൽ നമ്മുടെ സക്കാത്ത് കൈമാറിക്കൊണ്ട് നമ്മുടെ സമ്പത്തിനെയും നമ്മയും ശുദ്ധീകരിക്കുവാൻ ശ്രമിക്കണം. അല്ലാഹു ഇതിനെ തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരുപാട് പിരിവിന്റെ ഒരു ദിവസം ആണിത്. ഒരുപാട് അനുഗ്രഹങ്ങളുടെ മാസമാണല്ലോ. അതുകൊണ്ട് ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുന്നിൽ വന്നിരിക്കുകയാണെന്ന് വിചാരിച്ചുകൊണ്ട് ചെലവ് ചെയ്യുക. IMP എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ പിരിവുണ്ട്. അതുപോലെ തന്നെ പള്ളി ഫണ്ടിന്റെ പിരിവ്, അതുപോലെ തന്നെ വേറെ 1-2 ടീമുകൾ അവരുടെ പല സംരംഭങ്ങളുമായിട്ടുള്ള ധനസഹായത്തിൽ വന്നിട്ടുണ്ട്. അകമഴിഞ്ഞ് സഹായിക്കുക, അവശേഷിക്കുന്നത് അത് മാത്രമാണ്. ഇവിടെ നമുക്ക് വ്യക്തിപരമായി ചെലവിക്കുന്നതൊക്കെ തീരാനുള്ളതാണ്. നമ്മുടെ അവശേഷിക്കുന്നത് ഈ ചെലവ് ചെയ്യുന്നത് മാത്രമായിരിക്കും. നമ്മുടെ വരാൻ പോകുന്ന വലിയൊരു ജീവിതമുണ്ട്, ബർസഖിയ ലോകത്തും പിന്നെ ശാശ്വതമായ ജീവിതമുണ്ട്. ആ ജീവിതം ഒക്കെ സുഖകരമാകണമെങ്കിൽ നമ്മുടെ യഥേഷ്ടം ചെലവഴിച്ചുകൊണ്ട് അള്ളാഹുവിനെ കഴുകുക. അള്ളാഹുവിനെ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി വരുന്ന ചില ദിവസങ്ങളിൽ ഇസ്ലാമില് ചില ആചാരങ്ങൾ കൊണ്ടടക്കുന്ന ആളുകളുണ്ട്. ബദർ ചരിത്രത്തിൽ നമുക്ക് മുന്നോട്ട് നീങ്ങാനുള്ള പ്രചോദനമേകുന്ന, കരുത്തുറ്റ ആശയം നൽകുന്ന, ജീവിതത്തിന്റെ പ്രതിസന്ധികളെ, പ്രയാസങ്ങളെ തരണം ചെയ്യാനുള്ള ഈമാനിക കരുത്ത് കിട്ടുന്ന ചരിത്ര സംഭവമാണ്. അത് അനുസ്മരിക്കണം. അതിൽ നിന്നുള്ള ആ സുന്ദരമായ ഏടുകൾ ജീവിതത്തിൽ പകർത്തണം. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതുമായി ബന്ധപ്പെട്ട് വാർഷികമോ ആണ്ടോ നേർച്ചകളോ എല്ലാം വരാനെന്താണ് വിദഅത്തുകളാണ്. അതൊക്കെ ദീനുൽ ഇസ്ലാം പുതുതായ നിർമ്മിതികളാണ്. ഒരു പുണ്യം ലഭിക്കുകയില്ല. അത് മാത്രമല്ല, നാളെ പരലോകത്ത് വമ്പിച്ച നഷ്ടങ്ങളാണ് നമുക്ക് ഉണ്ടാവുക എന്ന് തിരിച്ചറിയുക. ദീനുൽ ഇസ്ലാമിൽ എന്തെല്ലാം ആശയങ്ങളുണ്ട് അത് പകർത്തിയാൽ പോരെ. പൂർവികർക്ക് വേണ്ടി, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കാം. അതിന് പ്രത്യേക സന്ദർഭങ്ങളില്ല, എപ്പോഴും പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഈ പരിശുദ്ധ റമദാൻ ഖുർആൻ പാരായണത്തിന്റെയും ദിക്റിന്റെയും ദുആയുടെയും സ്വലാത്തിന്റെയും തസ്ബീഹിന്റെയും തഹ്ലീലിന്റെയും തക്ബീറിന്റെയും ആ മാസമാക്കി മാറ്റണം. അതുപോലെ തന്നെ ഈ ദാനധർമ്മങ്ങളുടെയും അങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുക. അള്ളാഹുവിന്റെ റസൂലിന്റെ കൈമുദ്രയില്ലാത്ത ഒരമലും അള്ളാഹ് സ്വീകരിക്കൂല. അത് നല്ലതാണെന്ന് പറഞ്ഞ് പിശാച് പ്രേരിപ്പിക്കും. ആ പിശാചിന്റെ പ്രേരണപ്പെട്ടു പോകരുതെന്ന് പ്രത്യേകം ഉപദേശിക്കുകയാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിഷ്കളങ്കമായ ആ ഖുർആൻ സുന്നത്ത് മുന്നോട്ട് വെക്കുന്ന ആ ആശയ ആദർശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തെ ധന്യമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വീഴ്ചകളും പോരായ്മകളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ആ രോഗത്തിൽ നിന്ന് ആഫിയത്തും ആരോഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അവരുടെ ഖബറിടം അള്ളാഹു വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ. നാളെ ആ സ്വർഗ്ഗലോകത്ത് വെച്ച് നമ്മുടെ കുടുംബാംഗങ്ങളുമായി അവർ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയങ്ങളിൽ ഈമാൻ നിറക്കുമാറാകട്ടെ. അവിടെയുള്ള അസൂയ, വിദ്വേഷം, പക എല്ലാ ദുർഗുണങ്ങളെയും മാറ്റി സദ്ഗുണങ്ങൾ അല്ലാഹു അവിടെ നിറക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا عليك توكلنا وإليك نبنا وإليك المصير. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أدخلنا الجنة يا رب العالمين. اللهم أدخلنا الجنة يا رب العالمين. اللهم أدخلنا الجنة يا رب العالمين.
ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم إنك عفو تحب العفو فاعف عنا 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 ربنا تقبل منا قيامنا ربنا تقبل منا قيامنا وصيامنا وصلاتنا ودعاءنا وصدقاتنا وسائر أعمالنا اللهم تقبل منا قيامنا وصيامنا وركوعنا وسجودنا وتلاوتنا وصدقاتنا وسائر أعمالنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا أن الحمد لله رب العالمين صلى الله على محمد وعلى آله وصحبه أجمعين وإن